ഇന്ന് ഡിസ്കസ് ചെയ്തത് നമുക്ക് ഉറക്കം കിട്ടാത്തൊരവസ്ഥ, അല്ലെങ്കിൽ രാത്രിയിൽ പല തവണ നമ്മുടെ ഫോൺ എടുത്ത് സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കുക. പലപ്പോഴും നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് ഒന്നെങ്കിൽ ഈ ഫോൺ എടുത്ത് സ്ക്രോൾ ചെയ്യുന്ന സമയത്തായിരിക്കും. ഈ ഉറക്കം കിട്ടാത്തത് മൂലം നമുക്ക് ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ, ഒന്നെങ്കിൽ തലകറക്കം ഉണ്ടാവുക, അല്ലെങ്കിൽ മാനസികമായിട്ടുള്ള ഇഷ്യൂസുകൾ ഉണ്ടാവുക, നമ്മുടെ ഹോർമോൺ ഇംബാലൻസ് ഉണ്ടാവുക, ലൈഫ് സ്റ്റൈൽ ഡിസോർഡേഴ്സിനൊക്കെ ഒരു പ്രധാന റീസൺ ആവുന്ന ഒരു കാര്യമാണ് നമ്മുടെ ഉറക്കം കിട്ടാത്തൊരവസ്ഥ എന്നുള്ളത്. ഇന്ന് നമുക്ക് എങ്ങനെയാണ് നമുക്കൊരു ഗുഡ് സ്ലീപ്പ് കിട്ടുക, ഒരു വളരെ റിലാക്സ്ഡ് ആയിട്ട് പിറ്റേ ദിവസം നല്ലൊരു ഫ്രഷ് ആയിട്ട് നമുക്ക് എങ്ങനെ എണീക്കാം എന്നതിനെ പറ്റിയിട്ട് നോക്കാം. ഞാൻ ഡോക്ടർ നിഷിത എം, ഡോക്ടർ ബാസിൽസ് ഹോമിയോ ഹോസ്പിറ്റൽ, പാണ്ടിക്കാട്, മലപ്പുറം, കോഴിക്കോട്, നടക്കാവ്. നല്ലൊരു ഉറക്കം കിട്ടിയെന്ന് നമ്മൾ എങ്ങനെയാണ് പറയുക? പൊതുവേ നമ്മളോട് കോമൺ ആയിട്ട് ആളുകളോട് ചോദിച്ചാൽ പറയും നല്ല നമ്മുടെ ക്ഷീണമൊക്കെ മാറി നല്ലൊരു എനർജറ്റിക് ആയി നെക്സ്റ്റ് ഡേ നമ്മൾ എണീക്കുമ്പോഴാണ് നമുക്ക് നല്ലൊരു പ്രോപ്പർ സ്ലീപ്പ് കിട്ടിയെന്ന് പറയാറുള്ളത്. അപ്പോൾ ഇത്തരത്തിൽ പ്രോപ്പർ സ്ലീപ്പ് കിട്ടുന്നതിന് വേണ്ടി നമ്മൾ ഫസ്റ്റായിട്ട് ചെയ്യേണ്ട ഒരു കാര്യം, കൃത്യസമയത്ത് ഡെയിലി നമ്മൾ ഉറങ്ങാനും അതുപോലെ തന്നെ ഉണരാനും വേണ്ടി ശ്രദ്ധിക്കുക. ഏർലി ടു ബെഡ് ഏർലി ടു റൈസ് എന്ന് നമ്മൾ ഒരു പറയാറുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഒരു ടൈം ഷെഡ്യൂൾ ഉണ്ടാക്കുക. നമ്മൾ നേരത്തെ കിടക്കുക, നേരത്തെ എണീക്കുക എന്ന് പഴയ ആളുകൾ പറയാറുണ്ടെങ്കിൽ പോലും നമ്മൾ ഉറങ്ങുന്ന സമയം ഒരു ഷെഡ്യൂൾ ചെയ്യുക. അതുപോലെ തന്നെ ഡെയിലി കൃത്യസമയത്ത് ഉറങ്ങുക, അതുപോലെ രാവിലെയും കൃത്യസമയത്ത് ഉണരാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഇത്തരത്തിൽ ചെയ്യുമ്പോൾ നമ്മുടെ ഒരു ബയോളജിക്കൽ ക്ലോക്ക് ഉണ്ട്. അപ്പോൾ ഈ ബയോളജിക്കൽ ക്ലോക്ക് നമ്മൾ ഓട്ടോമാറ്റിക്കലി തന്നെ അതിനനുസരിച്ച് ഷെഡ്യൂൾ ചെയ്യുന്നതാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഉറക്കം നല്ല രീതിയിലാവുകയും പിറ്റേ ദിവസം നമുക്ക് എല്ലാ പ്രവർത്തികളും നല്ലൊരു രീതിയിൽ തന്നെ അപ്രോച്ച് ചെയ്യാൻ സാധിക്കും. മറ്റൊരു കാര്യം, രണ്ടാമതായിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ സ്ക്രീൻ ഡിറ്റോക്സ് ചെയ്യുക. അതായത് നമ്മൾ ഉറങ്ങുന്നതിന് ഒരു 2 മണിക്കൂർ അല്ലെങ്കിൽ ഒരു മിനിമം ഒരു 1 അവർ ബിഫോർ എങ്കിലും നമ്മൾ TV, ഫോണ്, ലാപ്ടോപ്പ് തുടങ്ങിയിട്ടുള്ള ഇലക്ട്രോണിക് മീഡിയാസുകളൊക്കെ നമ്മൾ സ്വിച്ച് ഓഫ് ചെയ്യുക. അതിൽ നിന്ന് നമ്മൾ മാറി നിർത്തുക എന്നുള്ള, അതിനകത്തു നിന്നുണ്ടാകുന്ന ബ്ലൂ ലൈറ്റ് നമ്മുടെ മെലാറ്റോണിൻ്റെ അളവ് നല്ല രീതിയിൽ കുറയ്ക്കുകയും നമ്മുടെ സ്ലീപ്പിൻ്റെ പാറ്റേൺസ് നല്ല രീതിയിൽ ഡിസ്ട്രാക്ഷൻസ് ഉണ്ടാക്കും, അതായത് ബുദ്ധിമുട്ടുണ്ടാക്കുകയും ചെയ്യും. അപ്പോൾ ഉറങ്ങുന്നതിന് ഒരു 1 അവർ ബിഫോർ മിനിമം, അല്ലെങ്കിൽ ഒരു 2 അവേഴ്സ് ബിഫോർ എങ്കിലും 2 മണിക്കൂർ മുന്നേ എങ്കിലും ഇലക്ട്രോണിക്സ് മീഡിയാസുകൾ സ്വിച്ച് ഓഫ് ചെയ്യുക എന്നുള്ളത്. ഇനി ഇത്തരത്തിൽ നമുക്കിപ്പോൾ ഒരു ശീലമൊക്കെ ആയിട്ടുള്ള ഫോൺ കണ്ട് നമ്മൾ കിടക്കുന്ന ഒരാളുകളൊക്കെ ആണെങ്കിൽ നമ്മൾ പൊതുവേ ക്രമേണ നമ്മളുടെ ശീലങ്ങളൊന്നും മാറ്റാൻ വേണ്ടി ശ്രദ്ധിക്കുക. നമ്മൾ എന്തെങ്കിലും ബുക്കുകൾ റീഡ് ചെയ്യുക, അല്ലെങ്കിൽ മെഡിറ്റേഷൻ പോലെയുള്ള വ്യായാമങ്ങളൊക്കെ ശീലമാക്കുക. ഈ മെഡിറ്റേഷൻസ് ഒക്കെ ചെയ്യുമ്പോൾ നമ്മുടെ മൈൻഡ് വളരെ പീസ്ഫുള്ളായിട്ട് ഉറങ്ങാൻ വേണ്ടിയിട്ട് നമ്മുടെ മൈൻഡിനെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. വൈകിട്ട് 4 മണിയോട് കൂടി തന്നെ നമ്മൾ ചായ, കാപ്പി പോലെയുള്ള പദാർത്ഥങ്ങളൊക്കെ ഒഴിവാക്കുക, കംപ്ലീറ്റ്ലി സ്റ്റോപ്പ് ചെയ്യുക എന്നുള്ളത്. അതുപോലെ തന്നെ നമ്മൾ ലേറ്റ് ആയിട്ടുള്ള മീൽസുകൾ, ഹെവി മീൽസുകൾ ഒഴിവാക്കുക. രാത്രിയിലൊക്കെ കിടക്കുന്നതിന് മുന്നേയുള്ള ഹെവി മീൽസുകളൊക്കെ ഒഴിവാക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. മറ്റൊന്ന് നമ്മുടെ ബെഡ്റൂംസ് സെറ്റിങ്സ്. നമ്മളെ ബെഡ്റൂംസ് ഒരു ഇരുണ്ട നിറത്തിലുള്ള ലൈറ്റ് കൊണ്ട് ഡെക്കറേറ്റ് ചെയ്യുക. കാരണം ഇരുണ്ട നിറത്തിലുള്ള ലൈറ്റുകൾ നമ്മളെ ഉറക്കത്തിനെ കൂടുതലായിട്ട് കിട്ടാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ തണുത്ത താപനില, നമ്മുടെ റൂം നല്ല ടെമ്പറേച്ചറൊക്കെ ക്ലിയർ ചെയ്തിട്ടുള്ള ഒരു റൂം ആവുമ്പോഴും നമുക്ക് ഉറക്കത്തിൻ്റെ ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ നല്ല ലൈറ്റുള്ള റൂമിനേക്കാൾ കുറച്ച് ഡാർക്കായിട്ടുള്ള ഇരുണ്ട റൂമുകൾ നമ്മുടെ ഉറക്കത്തിന് കൂടുതൽ കിട്ടുന്നതിന് വേണ്ടിയിട്ടും നല്ല ഗുഡ് പാറ്റേൺ ഓഫ് സ്ലീപ്പ് കിട്ടാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. അപ്പോൾ കിടക്കുന്ന റൂമിനെ നമ്മൾ എങ്ങനെ ക്രമീകരിക്കണം എന്നുള്ളത്. 5ാമതായിട്ട് നമ്മൾ പറയുന്നത് നമ്മുടെ മൈൻഡിനെ റിലാക്സ് ചെയ്യുന്ന ടെക്നിക്ക്. അതായത് 4 മിനിറ്റ് നമ്മുടെ ശ്വാസം മെല്ലെ ഉള്ളിലേക്ക് വലിച്ചെടുക്കുക. ഒരു 7 സെക്കൻഡ് കൊണ്ട് നമ്മളത് ഉള്ളിൽ ഹോൾഡ് ചെയ്ത് വെക്കുക. അതിനുശേഷം ഒരു 8 സെക്കൻഡ് കൊണ്ട് നമ്മൾ മെല്ലെ ബ്രീത്ത് ഔട്ട് ചെയ്യുക. നല്ല രീതിയിൽ വളരെ സ്ലോ ആയിട്ട് നമ്മൾ ബ്രീത്ത് ഔട്ട് ചെയ്യുക. നമ്മുടെ മൈൻഡ് നല്ലൊരു റിലാക്സേഷൻ തെറാപ്പിയാണിത്. ഇത്തരത്തിൽ നമ്മൾ ഉറങ്ങുന്നതിന് മുന്നേ ഇത്തരത്തിൽ ചെയ്യുന്നത് നമ്മുടെ മൈൻഡിനെ വളരെ കാമാക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. ഈ 5 കാര്യങ്ങൾ നിങ്ങൾ കൃത്യമായിട്ട് മോണിറ്റർ ചെയ്യുക. നല്ല രീതിയിലുള്ള ഒരു സ്ലീപ്പ് പാറ്റേൺ തന്നെ നിങ്ങൾക്ക് ലഭ്യമാവുന്നതാണ്. ഇനി എപ്പോഴാണ് നമ്മൾ ഡോക്ടറെ കാണേണ്ടത് എന്ന് വെച്ചാൽ, 1-2 ദിവസം നമുക്ക് ഉറക്കം കിട്ടിയിട്ടില്ല വിചാരിച്ച് നമ്മൾ പെട്ടെന്നൊരു ഡോക്ടറെ കാണേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മളൊരു 2 ആഴ്ചയിൽ കൂടുതൽ നമ്മൾക്ക് ഇത്തരത്തിൽ ഉറക്കം കിട്ടാതെ വരിക, അല്ലെങ്കിൽ ഉറങ്ങുമ്പോൾ ഒരു സ്നോറിങ് അല്ലെങ്കിൽ കൂർക്കം വലി പോലെ ഫീൽ ചെയ്യാം, ഉറങ്ങി എണീറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ എപ്പോഴും ഒരു റിഫ്രഷ് അല്ലാത്ത പോലെ, ഒരു ഉന്മേഷമില്ലാത്ത ഒരു അവസ്ഥയൊക്കെ വരികയാണെങ്കിൽ ഇത് കൂടുതലായിട്ട് കാണുന്നുണ്ട്. എപ്പോഴും ഒരു ക്ഷീണം ഫീൽ ചെയ്യുകയൊക്കെ ആണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഡോക്ടറുടെ കൺസൾട്ടേഷൻ നേടേണ്ടതാണ്. എപ്പോഴും നല്ല ഉറക്കം കിട്ടുമ്പോൾ അത് നമ്മുടെ ഒരു ഹോർമോൺസിനെ ബാലൻസ് ചെയ്യാനും നമ്മുടെ മാനസിക ആരോഗ്യം നല്ല രീതിയിൽ ഇമ്പ്രൂവ് ചെയ്യാനും സ്ട്രെസ്സൊക്കെ കുറയ്ക്കാനും നമ്മുടെ എല്ലാത്തരം ആക്ടിവിറ്റീസിനും അത് നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യുന്നതാണ്. അപ്പോൾ എപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കുക, ഉറക്കം എന്നുള്ളത് ഒരു മരുന്നാണ്. അപ്പോൾ അതിനെ ഒരിക്കലും അവഗണിക്കാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഒരു ഗുഡ് ക്വാളിറ്റി സ്ലീപ്പ് കിട്ടുന്നില്ലെങ്കിൽ ഇത്തരത്തിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. ഇനി നമുക്ക് നല്ലൊരു ഉറക്കമൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് വീട്ടിൽ ചെയ്യാവുന്ന ചില ഹോം റെമഡീസുകളുണ്ട്. അവ നിങ്ങൾക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. കിടക്കുന്നതിന് 30 മിനിറ്റ് മുന്നേ ഒരു ഗ്ലാസ് ഇളം ചൂടുപാൽ നിങ്ങൾക്ക്
കുടിക്കാവുന്നതാണ്. ഈ പാലിനകത്ത് അടങ്ങിയിരിക്കുന്ന ട്രിപ്റ്റോഫാൻ മെലാറ്റോണിനെ പ്രൊഡക്ഷന് ഹെൽപ്പ് ചെയ്യുകയും നമുക്ക് നല്ല രീതിയിൽ ഒരു ഗുഡ് ക്വാളിറ്റി സ്ലീപ്പ് നൽകാനും ഹെൽപ്പ് ചെയ്യും. അപ്പം ഒരു ഗ്ലാസ് ഇളം ചൂടുപാൽ ഒരു 30 മിനിറ്റ് മുന്നേ, ഉറങ്ങുന്നതിന് 30 മിനിറ്റ് മുന്നേ നിങ്ങൾക്ക് കുടിക്കാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് കുടിക്കാവുന്ന മറ്റൊന്നാണ് ഒരു ഗ്ലാസ് ജീരകവെള്ളം, അല്ലെങ്കിൽ നമ്മുടെ ഹെർബൽ ടീ ആയിട്ടുള്ള ചെമോമില്ല ടീ. നമ്മുടെ മനസ്സിനെ ശാന്താക്കാനൊക്കെ കുടിക്കാവുന്നതാണ്. ഉറങ്ങുന്നതിന് മുന്നേ ഒരു 1 hour ബിഫോർ നിങ്ങൾക്ക് കുടിക്കാവുന്നതാണ്. മറ്റൊന്ന്, നമ്മൾ ഒരു ചൂടുവെള്ളത്തിൽ കുളിക്കുക. 1 മണിക്കൂർ മുന്നേ ഉറക്കം നമ്മൾ സാധാരണ ആസ് യൂഷ്വൽ കിടക്കുന്നതിന് ഒരു 1 hour ബിഫോർ നമ്മൾ ചൂടുവെള്ളത്തിൽ കുളിക്കുന്നത് നല്ല രീതിയിൽ സ്ലീപ്പ് കിട്ടുന്നതിന് നമ്മുടെ ശരീര താപനിലയൊക്കെ പ്രോപ്പർ ആക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. അപ്പം ചൂടുവെള്ളത്തിൽ 1 മണിക്കൂർ മുന്നേ കുളിക്കുന്നത് നല്ല രീതിയിൽ ഉറക്കം ലഭിക്കാൻ സഹായിക്കുന്നതാണ്. നമുക്ക് കഴിക്കാവുന്ന ഭക്ഷണങ്ങളാണ് വാഴപ്പഴം, ബദാം, അതുപോലെ തന്നെ നമ്മുടെ പംകിൻ സീഡ്. ഇതിനകത്തൊക്കെ ധാരാളം മാഗ്നീഷ്യം അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അവയൊക്കെ നല്ല രീതിയിൽ നമ്മുടെ സ്ലീപ്പിൻ്റെ ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ കൃത്യമായിട്ട് ശ്രദ്ധിക്കുക. മറ്റൊന്ന്, ബ്രീത്തിങ് എക്സസൈസുകൾ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. അപ്പോൾ ഇത്തരത്തിലുള്ള ഈ ഒരു നല്ല രീതിയിൽ ഉറക്കം കിട്ടാൻ വേണ്ടി നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. പലപ്പോഴും നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന മറ്റ് അസുഖങ്ങൾ മൂലവും നമുക്ക് ഇത്തരത്തിൽ ഉറക്കക്കുറവ് അനുഭവപ്പെടാറുണ്ട്. അപ്പോൾ കൃത്യമായിട്ട് എന്തെങ്കിലും അസുഖങ്ങൾ മൂലമാണെങ്കിൽ നിങ്ങൾ അതിനുള്ള രോഗലക്ഷണങ്ങളൊക്കെ നോക്കിയിട്ട് അതിനനുസരിച്ചിട്ട് ഫൈൻഡ് ഔട്ട് ചെയ്തിട്ട് നിങ്ങൾ ട്രീറ്റ്മെൻറ്റ് എടുക്കേണ്ടതാണ് അത്തരത്തിൽ ഉണ്ടാവുകയാണെങ്കിൽ. അപ്പോൾ പ്രോപ്പറായിട്ട് ഒരു കുറച്ച് ദിവസങ്ങളിൽ നിങ്ങൾക്ക് പ്രോപ്പർ സ്ലീപ്പ് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ഫോളോ ചെയ്യുക. ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾക്കായി ഞങ്ങൾ ചെയ്യാറുള്ളത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ സഹായത്തോട് കൂടിയിട്ട് ജർമ്മനിയിൽ നിന്ന് ഇറക്കുമതി ചെയ്തിട്ടുള്ള യൂറോപ്യൻ നിർമ്മിത മെഡിസിൻസുകളാണ് കൊടുക്കാറുള്ളത്. അതുപോലെ തന്നെ രോഗത്തിൻ്റെ ലക്ഷണവും രോഗിയുടെ ലക്ഷണങ്ങളൊക്കെ കണക്കിലെടുത്തിട്ട് എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ ഉണ്ടാവാനുള്ള കാരണം എന്ന് നോക്കിയിട്ടാണ് നമ്മൾ പൊതുവെ മെഡിസിൻസ് കൊടുക്കാറുള്ളത്. അതുപോലെ ആരോഗ്യ സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ ബന്ധപ്പെടാവുന്നതാണ്. ഞാൻ ഡോക്ടർ നിഷിത എം, ഡോക്ടർ ബാസിൽസ് ഹോമിയോ ഹോസ്പിറ്റൽ, പാണ്ടിക്കാട്, മലപ്പുറം, കോഴിക്കോട്, നടക്കാവ്.